ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളി പോകാൻ ഓർത്തു. അപ്പൊ ഞാൻ രാവിലെ ഒരു 5:45 ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. പിന്നെ രാവിലെ കുറച്ചേരം ബൈബിള് വായിക്കാൻ ഓർത്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്യാൻഡിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഞാൻ ഓർത്ത് അതൊക്കെ കത്തിച്ച് ബൈബിളൊക്കെ വായിക്കാൻ ഓർത്ത് കുറച്ചേരം ബൈബിളൊക്കെ ഇരുന്ന് വായിച്ചു. അതിനുശേഷം പള്ളി പോകാൻ വേണ്ടി റെഡിയാണ്. അപ്പൊ പോയി ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി പോയി ഫ്രഷ് ആയി. അപ്പം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഉള്ള ഒരു കുർത്തയൊക്കെ ഇടാന്ന് ഓർത്തിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഞാൻ ഇടുന്നത്. അപ്പൊ അതൊക്കെ ഇട്ടു. അപ്പൊ 7 മണിക്കാണ് കുർബാന എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ഓറഞ്ച് സ്കൈ കണ്ടത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇപ്പൊ ഞാൻ പള്ളിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിതാ പള്ളിയിലെത്തി. അപ്പൊ നമുക്ക് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ കുർബാനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഇവിടെ പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഞാനൊരു കടയിലോട്ട് പോയി. കടയിൽ കുറെ ക്യൂട്ടായിട്ടുള്ള കുറെ സ്റ്റാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ കേക്കൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കുറേ നാള് കഴിഞ്ഞിട്ട്, അതായത് 25 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഐറ്റംസും സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ത്രില്ലുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനത് ചൂടായിട്ട് കപ്പയും നല്ല ചൂട് ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞാൻ എന്റെ ഫുഡ് കഴിച്ചു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് ആ ഫുഡ് കണ്ടിട്ട് ഇങ്ങനെ നാവിന്ന് വെള്ളം വരുമായിരുന്നു. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ക്രിസ്മസ് വിഷസ് ഒക്കെ സെൻഡ് ചെയ്യായിരുന്നു. ഇനി അടുത്ത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിലെ ക്രിസ്മസിന്റെ ദിവസം ഇങ്ങനെ കേക്കൊക്കെ മേടിക്കുന്ന, അതായത് അല്ലാണ്ട് ഇപ്പം ആരെങ്കിലൊക്കെ പ്ലം കേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുതരുന്ന കേക്ക് അങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ. ക്രിസ്മസിനായിട്ട് കേക്കായിട്ട് മേടിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കേക്കൊക്കെ അൺബോക്സ് ചെയ്ത് കേക്കിന്റെ ഒരു ലുക്കൊക്കെ നോക്കി അതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാനും എന്റെ അമ്മയും കൂടെ ഒന്നിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് ബൈറ്റ് അമ്മയ്ക്ക് കൊടുത്തു. അതിനുശേഷം ഞാനും കുറെ എടുത്ത് കഴിച്ചു. കാരണം കുറെ ദിവസമായി മധുരമൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ഞാൻ കുറെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കുറച്ചേരം ഇരുന്നിട്ട് സൂക്ഷ്മദർശിനി മൂവി കണ്ടു. അപ്പൊ തന്നെ ഒരു 2-3 മണിക്കൂർ പെട്ടെന്ന് പോയി. പിന്നെ ഫസ്റ്റ് ഇയർ അനാറ്റമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുറെ ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് സമയം കിട്ടിയോണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം ഇന്ന് എടുത്തു വെക്കാന്ന് ഓർത്തിട്ട് അതിന്റെ കുറച്ച് പരിപാടിയായിരുന്നു. ഒരു ആവേശത്തിൽ ചെയ്തതാണ്. കഴിക്കാൻ പോകുന്ന പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് നൈറ്റ് വാഷ് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്റെ സ്റ്റഡി ടേബിൾ ഒക്കെ ഒന്ന് നീറ്റാക്കി. അതിനുശേഷം ഒന്ന് കിടന്നുറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. പിന്നെ എഴുന്നേറ്റ് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ചെറിയ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. കാര്യമായിട്ടൊന്നുമില്ല, അല്ലറ ചില്ലറ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എന്റെ റൂമൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുത്. അതിലെ കുറച്ച് സീക്വൻസ് കൂടെ കാണിക്കാം. അങ്ങനെ ഫൈനൽ ആയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് എഴുതാൻ വേണ്ടി പോവാണ്. കാരണം കുറെ വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഡേ ആയിരുന്നു ഇന്ന്. കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ സന്തോഷം നിറയുന്ന കുറെ കാര്യങ്ങൾ നടന്നു ഈ ദിവസം. സോ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എഴുതി ഓരോന്നിനും നന്ദി പറയണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടാണ് എഴുതുന്നത്. അപ്പൊ നാളെ പിന്നീട് ഇത് വായിക്കുമ്പോഴാണെങ്കിലും അതേ ഒരു ഫീലിംഗ് എനിക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതോടെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു 2024 ക്രിസ്മസ് ഡേയില് നടന്ന കുറെ നല്ല മൂമെന്റ്സ്. അപ്പൊ ഒന്നുകൂടെ എന്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.